मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അടിച്ചു പൊളിച്ചു കലക്കി രസമുണ്ട്. എവിടെയാ രസം? രസം കാണുന്നില്ലല്ലോ. ഇടാ മഴ പെയ്യുന്നത് നല്ല രസമാണെന്നാണ് പറഞ്ഞത്. ഓഹോ, എനിക്ക് മഴയെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം തന്നെയാ. രസമുണ്ട്. മഴ പെയ്യിക്ക് കൊച്ചളിയാ. എടാ ഇത് മഴയാണ്, കൂട്ടറല്ല. കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓഹോ, വരൂ. ഒരുപാട് മഴ നനഞ്ഞാൽ തീർച്ചയായിട്ടും അസുഖം പിടിക്കും. മഴ ഇപ്പൊ പോയി കഴിഞ്ഞല്ലോ, പിന്നെ എങ്ങനെ അസുഖം പിടിക്കാൻ? കടപ്പുറത്ത് മുഴുവൻ ചാകര കയറി പെയ്തുകൊണ്ടിരുന്ന മഴ ഇപ്പൊ നിന്ന് പോയി. അടികൈ. ഇതില് കൈയടിക്കാൻ മാത്രം എന്താണുള്ളത് കന്ന സർ? ചാകര കയറിയെങ്കിലേ നമുക്കൊന്ന് കടപ്പുറത്തോട്ട് പോയാലോ? എടാ ഞാനൊരു കവിത പറഞ്ഞതാണ്, അല്ലാതെ കടപ്പുറത്ത് ചാകരയൊന്നും കയറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കവിത പറയേ. അപ്പോഴെങ്കിലും മഴ പെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും കുളിക്കാം. നിങ്ങൾക്ക് മഴയിൽ നന്നായിട്ട് രസിച്ച് കുളിക്കണമെങ്കിൽ കാട്ടിലേക്ക് പോകണം. ഫോറസ്റ്റ് ഓഫീസർ എന്റെ കൂട്ടുകാരനാണ്. അവിടെ കോട്ടേജ് കിട്ടും, മഴയിൽ രസിച്ച് കുളിക്കാനും പറ്റും. അടികൈ. മീനമാസ ചൂടിൽ ആരും അറിയാതെ ഒരു മഴയെത്തി. ഇന്ന് എന്റെ കവിത കേട്ട് നിങ്ങൾ എല്ലാവരും കൈതട്ടി. അടികൈ. നിങ്ങൾ എന്തായാലും ഇന്ന് പറഞ്ഞ നല്ല കാര്യാ. എന്തായാലും പിക്നിക്കിന് പോയിട്ട് കുറെ ദിവസമായി. അടിച്ചു പൊളിച്ചു തിമിർത്തു. എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് പോകാം. കുറച്ചുകൂടി സ്പീഡില് പൊക്കിയോ. ജീപ്പ് റിപ്പയർ ആയി പോയല്ലോ കന്ന സർ. അറിയാത്ത കാര്യങ്ങൾ പുസ്തകം വായിച്ചറിഞ്ഞുകൊള്ളൂ. ഇനി എല്ലാവരും ഇറങ്ങി ശക്തമായി ജീപ്പ് ഒന്ന് തള്ളൂ. അടികൈ. ശരിയെന്നാ, ആരും കൈയടിക്കണ്ട. പക്ഷെ ഇറങ്ങി ജീപ്പ് തള്ളണം. ഗസ്റ്റ് ഹൗസ് അടുത്ത് തന്നെയുള്ളത്, അതുകൊണ്ട് വേഗം ഇറങ്ങി തള്ളിക്കോളൂ. ഭാരം കൊണ്ട് ഞാൻ പിടിച്ചിരിക്കുന്ന ശിഖരം ഒടിയുന്നു. ഈ പോക്കാണെങ്കിൽ നമ്മുടെ എല്ലാം പണി തീരുന്നു. അടികൈ.
എടാ മണ്ട, ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? രക്ഷിക്കണേ, ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ. നീ കന്നാസാറിനെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം അല്ലേ എന്നോട് കൈയടിക്കാൻ പറഞ്ഞത്? നോക്ക്, എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോണം. എന്റെ അമ്മച്ചി. നമുക്ക് കന്ന സാറിനെയും കാട്കൻ മേഡത്തെയും എങ്ങനെയും രക്ഷിക്കണം. വേഗം വാ. കിറ്റി. രക്ഷിക്കണേ, രക്ഷിക്കണേ, എനിക്ക് നീന്താൻ അറിയില്ല. കഴുതേ, നിനക്ക് പറക്കറിയാലോ, പിന്നെ പറഞ്ഞൂടെ? താങ്ക് യു, മറന്നുപോയടേ. നമുക്ക് വഴി മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിൽ കയറിയിരിക്കാം. മേഡവും കന്നസാറും ഫോറസ്റ്റ് ഓഫീസറുടെ സഹായത്തോടെ നമ്മളെ അന്വേഷിക്കും. അതെയോ? എന്നാ അവരെ ആരന്വേഷിച്ച് കണ്ടുപിടിക്കും കൊച്ചളിയ? എടാ, കന്നാ സാർ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഫോറസ്റ്റ് ഓഫീസറിന് ഫോൺ ചെയ്ത് വരുത്തും. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, വേഗം വാ. നമ്മുടെ വെള്ളത്തിന് താഴെ മരം വളർന്നു നിൽക്കുന്നു. കഴുതേ, അത് മരം വളർന്നു നിൽക്കുന്നൊന്നല്ല, വള്ളം ഇപ്പൊ മരത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഇപ്പൊ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മരത്തിൽ നിന്ന് വള്ളത്തിന് എടുത്തില്ലെങ്കിൽ വള്ളം തീർച്ചയായും വെള്ളത്തിനടിയിലാവും. ഇനിയിപ്പോ വള്ളത്തിൽ വെള്ളം കയറുവാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. ആദ്യം ആരാ രക്ഷപ്പെടേണ്ടത്? നമ്മളാണോ വള്ളമാണോ? വെള്ളത്തിന് പങ്കായോണ്ട് അത് വേഗം എടുത്തോന്ന് തുഴയ. ഇവിടെ ചുറ്റിലും വെള്ളം മാത്രമേ ഉള്ളൂ. കര എവിടെയാന്ന് കാണാനും കഴിയുന്നില്ല. അത് അവിടെ ഒരു മല കാണുന്നുണ്ട്, സംശയമുണ്ടോ? നമുക്ക് കരയിലേക്കല്ലേ പോകേണ്ടത്, മലയിലേക്കല്ലല്ലോ. എടുത്തെറി, ഈ കഴുതയെ വെള്ളത്തിൽ എടുത്തെറി. അങ്ങനെയെങ്കിലും കുറച്ചു ദിവസം നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാം. ഡാം എത്തി, നമുക്ക് അവരടുത്ത് പോയി സഹായം ചോദിക്കാം. എടാ കഴുതേ, അവര് തന്നെ സഹായം ചോദിച്ചോണ്ടിരിക്കുകയാണ്. അവരെന്തിനാ സഹായം ചോദിക്കുന്നേ? അവർക്ക് വീട്ടിനകത്ത് കയറി ഇരുന്നാ പോരെ? വെള്ളപ്പൊക്കം വന്ന് വീട് മുങ്ങിയിരിക്കുന്ന കണ്ടില്ലേ നീ? എത്ര നല്ല മനുഷ്യരല്ലേ, നമ്മളെ രക്ഷിക്കാന്ന് പറയാ അവര്. എടാ, അവര് നമ്മോട് രക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. എങ്ങനെയെങ്കിലും അവരെയും രക്ഷിക്കാം. ആദ്യം നമ്മളെ രക്ഷപ്പെടാനുള്ള വഴി നോക്കാം, സംശയമുണ്ടോ? കിറ്റി പറഞ്ഞത് ശരി തന്നെയാ. നമ്മുടെ അടുത്ത് വെള്ളം ഉണ്ടല്ലോ, നമുക്ക് അവരെങ്ങനെയെങ്കിലും സഹായിക്കാം. ഒരു പക്ഷേ ഇത് അവരുടെ വള്ളമാണെങ്കിൽ ഈ വള്ളം അവരെ പിടിച്ചു വാങ്ങിയിട്ട് നമ്മളെല്ലാവരും അവര് പോലീസിൽ ഏൽപ്പിക്കും. ഹണി, കുറച്ചു നേരം ഒന്ന് വായ അടച്ചു വെക്ക്. എത്ര സമയത്തേക്ക്? 50 വർഷത്തേക്ക്. എന്റെ അമ്മച്ചി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അതാ പോലീസ് വരുന്നു. എടാ മരം മണ്ട, അത് ആർമിക്കാരാണ്. ഒരു വള്ളത്തിന് വേണ്ടി ആർമി അയച്ചിരിക്കണോ? എടാ കഴുതേ,
അവര് ഗ്രാമവാസികളെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കെന്നാൽ പോകാം. ഇനി നമ്മുടെ സഹായം ഇവർക്ക് വേണ്ട. എന്നാ പോവാ. എടാ വെള്ളത്തിൽ നീ വീണു പോവും. പൊപ്പട്ട് നമുക്കിതാ ഇതുവഴി ആ കരയിലേക്ക് പോകാം. Thank God. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഈ വള്ളം ആരുടേതാണ്? പട്ടാളമാണ് ഇന്ത്യയെ ശക്തമാക്കുന്നത്. പറയൂ ഓഫീസർ, വള്ളത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? അടികൈ. ഈ വള്ളത്തിൽ വന്നവരാണ് തങ്ങളുടെ ജീവൻ രക്ഷിച്ചെന്ന ഈ ഗ്രാമവാസികൾ പറയുന്നത്. അത് ഞങ്ങളാണ് ഓഫീസർ. ഞങ്ങളാണ് എല്ലാവരെയും സഹായിച്ചത്. സബാഷ്, നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ബ്രേവറി അവാർഡ് ലഭിക്കും. ലൈനിൽ നിന്നാൽ റേഷൻ കാർഡ് കിട്ടും. ധൈര്യശാലിയായി കുട്ടികൾക്ക് ബ്രേവറി അവാർഡ് കിട്ടും. അടികൈ. സർക്കാർ എന്തായാലും നിങ്ങൾക്ക് അവാർഡ് തരാൻ പോകുന്നുണ്ട്. എന്നാൽ എന്റെ വക ഒരു സമ്മാനം നിങ്ങൾക്കായി ഞാൻ തരുന്നുണ്ട്. പറയൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് സമ്മാനമാണ് തരേണ്ടത്? നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാം. മഴയുടെ സുഖം നമ്മുടെ ഗാർഡനിൽ മാത്രം അനുഭവിച്ചാൽ മതി. ഞങ്ങൾക്കറിയില്ലായിരുന്നു മഴ ഇത്ര അപകടം പിടിച്ച ഒന്നാണെന്ന്. കൊച്ചളിയ, എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ വിചാരിച്ചോണ്ടിരുന്നതേ വെള്ളത്തിനേക്കാളും മഴയാണ് ആപത്തെന്ന. ഇവരെ എടുത്ത് വെള്ളത്തിലെറി. ഇപ്പൊ തന്നെ ഇവരെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയേ. എടാ വേഗം എറിയേ.